ഇനി നമുക്ക് ന്യായാധിപന്മാർ 3 അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ കേൾക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇസ്രായേൽ കർത്താവിന് മുൻപാകെ എന്തു തിന്മയാണ് പ്രവർത്തിച്ചത്? ഉത്തരം: ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദൈവന്മാരെയും അക്ഷര പ്രതിഷ്ഠകളെയും സേവിച്ചു. രണ്ടാമത്തെ ചോദ്യം: മെസപ്പൊട്ടാമിയ രാജാവ് ആരായിരുന്നു? ഉത്തരം: കുഷാൻ റിഷാത്ത. മൂന്നാമത്തെ ചോദ്യം: ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചകനായി കർത്താവ് ആദ്യം ആരെയാണ് നിയമിച്ചത്? ഉത്തരം: ഒത്നിയേൽ. നാലാമത്തെ ചോദ്യം: ഒത്നിയേൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ എത്ര വർഷമാണ് അവർക്ക് ശാന്തി നിലനിന്നത്? ഉത്തരം: 40 വർഷം. അഞ്ചാമത്തെ ചോദ്യം: ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കിയത് ആര്? ഉത്തരം: മൊവാബ് രാജാവായ എഗ്ലോൻ. ആറാമത്തെ ചോദ്യം: ഇസ്രായേലിൻ്റെ വിമോചനത്തിനായി കർത്താവ് അയച്ച ബെഞ്ചമിൻ ഗോത്രജൻ ആരായിരുന്നു? ഉത്തരം: യേഹൂദ്. ഏഴാമത്തെ ചോദ്യം: എഗ്ലോനെ കൊലപ്പെടുത്തിയത് ആര്? ഉത്തരം: യേഹൂദ്. എട്ടാമത്തെ ചോദ്യം: യേഹൂദിൻ്റെ പിൻഗാമി ആരായിരുന്നു? ഉത്തരം: ശംഗാർ. ഒൻപതാമത്തെ ചോദ്യം: കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ജനത ഏത്? ഉത്തരം: ഇസ്രായേൽക്കാർ. പത്താമത്തെ ചോദ്യം: ആരുടെ 5 പ്രമുഖന്മാരാണ് കർത്താവ് ശേഷിപ്പിച്ച ജനതകളിൽ പെടുന്നത്? ഉത്തരം: ഫിലിസ്ത്യരുടെ.